കാരുണ്യ ഫിനാൻസ് മീഡിയ. ഈ ചാനലിന്റെ വരുമാനം പാവങ്ങളുടെ ചികിത്സക്കും ആഹാരത്തിനും ഒരു മുറിയില്ലാത്തവർക്കും സഹായമായി നൽകുന്നു. സഹായം നൽകിയ വീഡിയോകൾ ഈ ചാനലിൽ തന്നെ കാണാം. നിങ്ങളുടെ ഓരോ വീക്ഷണവും ഒരാളുടെ ജീവിതം മാറ്റാം. മാതാപിതാക്കൾ പലപ്പോഴും വിശ്വാസത്തോടെ വസ്തു കുട്ടികളുടെ പേരിൽ എഴുതി കൊടുക്കും. പക്ഷേ പിന്നീട് അവർ നോക്കിയില്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ആ ഗിഫ്റ്റ് ഡീഡ് റദ്ദാക്കാൻ നിയമം അനുവദിക്കുന്നു. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഗിഫ്റ്റ് വൺസ് കംപ്ലീറ്റഡ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ലെങ്കിലും മെയിന്റനൻസ് ആക്ട് സെക്ഷൻ 23 ഒരു പ്രത്യേക അവകാശം നൽകുന്നു. ഗിഫ്റ്റ് ഡീഡ് എഴുതുമ്പോൾ മാതാപിതാക്കളെ നോക്കണം, അവരുടെ ജീവിത ചെലവ് വഹിക്കണം എന്ന വാക്കുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം അവർ നിയമപരമായി ഡീഡ് റദ്ദാക്കാൻ അപേക്ഷിക്കാം. കുട്ടികൾ ആ ഉത്തരവാദിത്തം ചെയ്യാതെ വെടിഞ്ഞാൽ ട്രൈബ്യൂണലിൽ പോയി ഗിഫ്റ്റ് ആക്കാൻ കഴിയും. ഫ്രോഡ്, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, പ്രഷർ തെളിയിക്കാനായാലും വസ്തു തിരികെ പിടിക്കാൻ രക്ഷിതാക്കൾക്ക് അവകാശമുണ്ട്. വീട്, സ്ഥലം, വരുമാനമുള്ള വസ്തു തുടങ്ങി ഏത് സ്വത്തും ഈ നിയമത്തിൽ ഉൾപ്പെടും. അതുകൊണ്ട് മാതാപിതാക്കൾ സ്വത്ത് എഴുതി നൽകുമ്പോൾ കെയർ കണ്ടീഷൻ ഗിഫ്റ്റ് ഡീഡ് എഴുതിയാൽ മാത്രമേ ഭാവിയിൽ സുരക്ഷ ഉറപ്പാക്കാനാവൂ. കാരുണ്യ ഫിനാൻസ് മീഡിയ ധനകാര്യ വിഷയങ്ങളിൽ ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഫിനാൻസ് ചാനൽ.